മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 8/7/1959 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ആയില്യമാണ് നക്ഷത്രം. ആയില്യം 1-ാം പാദം. തുലാ ലഗ്നം. ലഗ്നത്തിൽ വ്യാഴം. 2 ശൂന്യം. 3-ൽ ശനി. 4-5 ഭാവങ്ങൾ ശൂന്യം. 6-ൽ കേതു. 7-8 ഭാവങ്ങൾ ശൂന്യം. 9-ൽ സൂര്യൻ. 10-ൽ ചന്ദ്രൻ, കുജൻ, ബുധൻ. 11-ൽ ശുക്രൻ. 12-ൽ രാഹു, ഗുളികൻ. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് ബാധ്യതകൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള ഒരാളുടെ ഗ്രഹസ്ഥിതി കൂടിയാണത്. എന്തുകൊണ്ടാണത്? പൊതുവേ ലഗ്നാധിപൻ ആയിട്ടുള്ള ഗ്രഹം, പ്രത്യേകിച്ചും തുലാലഗ്നം ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ നിൽക്കുന്നത് 11-ൽ ശത്രു ക്ഷേത്രമായിട്ടുള്ള സൂര്യൻ്റെ ക്ഷേത്രത്തിൽ രാഹുവിൻ്റെയും ഗുളികൻ്റെയും ദൃഷ്ടിയിൽ. ലഗ്നത്തിലേക്ക് ഗുളികൻ്റെ 2ാമത്തെ ദൃഷ്ടി നല്ലതല്ല. പൊതുവേ ലഗ്നത്തിലേക്ക് വരുന്ന ഗുളികൻ്റെ, പ്രത്യേകിച്ചും രാഹുവിനോടൊത്ത് നിൽക്കുന്ന ഗുളികൻ, ശനിയുടെ 10ാം ദൃഷ്ടിയിൽ നിൽക്കുന്ന ഗുളികൻ, അതിൻ്റെ 2ാമത്തെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ ഉപരി ആ ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ തന്നെ അത് മലീമസമാക്കും. ടഫ്നെസ്. അതല്ല എങ്കിൽ സുഗമമായി പോകേണ്ടുന്ന സമയങ്ങളിൽ ഏറിയ പങ്കും വളരെ ടഫായിട്ട് ആ വ്യക്തി സഞ്ചരിക്കേണ്ടതായിട്ട് വരിക. അവിടേക്ക് കണക്ട് ചെയ്യേണ്ടുന്ന പോയിൻ്റാണ് ലഗ്നാധിപൻ 11-ൽ നിൽക്കുകയും അവിടേക്ക് ഗുളികൻ്റെ 12ാമത്തെ ദൃഷ്ടി വരികയും രാഹുവിൻ്റെ 12ാമത്തെ ദൃഷ്ടി വരികയും ചെയ്യുന്നു. അപ്പോൾ ഇത് അല്പം ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥ തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 4-ൽ ഗ്രഹങ്ങളൊന്നുമില്ല. പക്ഷേ അധിപൻ ശനി ആയതുകൊണ്ടും ശനി നിൽക്കുന്നത് 3-ലായതുകൊണ്ടും അവിടേക്ക് ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ൽ നിൽക്കുന്ന സൂര്യൻ്റെ 7ാം ദൃഷ്ടി വരുന്നത് കൊണ്ടും ബാധ്യതകൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇത്തരം വ്യക്തികളൊരു ചിട്ട ക്രമം കൃത്യമായിട്ട് പാലിച്ചു പോയില്ല എങ്കിൽ ഈ ബാധ്യതകൾ പിന്നീട് വലിയ ബുദ്ധിമുട്ടുകളും അതേപോലെ തന്നെ അസ്വസ്ഥതകളും ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ശനിയുടെ ദൃഷ്ടി സൂര്യനിലേക്ക് വന്നാലും സൂര്യൻ്റെ ദൃഷ്ടി ശനിയിലേക്ക് വന്നാലും അത്യധികം സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഇവിടെ രണ്ടുമുണ്ട്. സൂര്യനെ ശനിയും വീക്ഷിക്കുന്നു, തിരിച്ച് സൂര്യൻ ശനിയെയും വീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 4-ാം ഭാവാധിപത്യം വഹിക്കുന്ന ശനി എന്ന് പറയുമ്പോൾ പൊതുവേ ബാധ്യതകൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും പരമാവധി അകന്ന് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. 4-ൽ ശനി, അതല്ല എങ്കിൽ മോശമായിട്ടുള്ള കുജൻ, അതുമല്ലെങ്കിൽ രാഹു, കേതു, ഗുളികൻ പോലെയുള്ള സാന്നിധ്യങ്ങളൊക്കെ ഏതെങ്കിലും രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ അത്തരക്കാർ ബാധ്യതകൾ എന്ന് പറയുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് മുൻകരുതൽ എടുത്ത് മാത്രമേ പോകാവൂ. അതല്ലാത്ത പക്ഷം അത് പിന്നീട് വലിയ ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ ആയി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 10-ൽ ചന്ദ്രൻ, കുജൻ, ബുധൻ മൈനസ് ബുധൻ. അത് നീചഭംഗ രാജയോഗം കൊടുക്കും, അതേപോലെ തന്നെ ശശിമംഗള യോഗവും കൊടുക്കും. സത്യം തന്നെയാണ്. പക്ഷേ ഇവിടെ മറ്റൊരു പ്രശ്നമുള്ളത്, നീചനായി നിൽക്കുന്ന ഗ്രഹത്തോടൊത്ത് നല്ല ബന്ധത്തിലല്ലാത്ത മറ്റൊരു ഗ്രഹം നിന്ന് കഴിഞ്ഞാൽ സൂക്ഷിക്കണം. കുജൻ, ബുധൻ നല്ല ബന്ധമല്ല പൊതുവേ ഉള്ളത്. അപ്പോൾ ജോലി സംബന്ധമായിട്ട് ഇവിടെ 2-ാം ഭാവാധിപൻ എന്ന് വെച്ചാൽ ധനസ്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ 7-ാം ഭാവാധിപൻ വിവാഹസ്ഥാനത്തിൻ്റെയും ആധിപത്യം വഹിക്കുന്ന കുജനാണ് നീചനായി ബുധനോടൊത്ത് നിൽക്കുന്നത്. ഈ വ്യക്തി വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോൾ ആ നീചത്വം എന്ന് പറയുന്നത് കൃത്യമായിട്ട് അവിടെ സംഭവിച്ചു. അതേപോലെ തന്നെ വിവാഹം കഴിച്ചിരുന്നാൽ തന്നെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ശത്രുതയോ അതല്ല എങ്കിൽ അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതൽ തന്നെ ആയിരുന്നു. അപ്പോൾ അത് ഇത്തരം ആളുകൾക്ക് ഒരു പാർട്ട്ണർ എന്ന് പറയുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് നിലനിന്ന് പോകാനുള്ള സാധ്യതയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള മങ്ങലേൽക്കാനുള്ള അവസരങ്ങൾ ധാരാളമായിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെയാണ് വിവാഹകാരകനും ഈ ഗ്രഹനിലയിലെ ലഗ്നാധിപനുമായിട്ടുള്ള ശുക്രൻ്റെ അവസ്ഥ. ശത്രുക്ഷേത്രത്തിൽ സൂര്യൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു, ചിങ്ങത്തിൽ. അവിടേക്കാണ് രാഹുവും ഗുളികനും ചേർന്ന് ഒരുമിച്ച് വിഷം സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ വിവാഹകാരകൻ ബുദ്ധിമുട്ടിലായി. 7-ാം ഭാവാധിപൻ നീചനായി. അതിനോടൊത്ത്
ബുധൻ വന്നു. അപ്പോൾ ഇതിനെല്ലാം തരണം ചെയ്ത് വേണം മേൽ പറഞ്ഞ വിവാഹം എന്ന് പറയുന്ന കാര്യത്തെ അനുകൂലമാക്കി മാറ്റാനായിട്ട്. പ്രത്യേകിച്ച് കുജൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കട്ടി സ്വഭാവം കൂടുതലുള്ള പ്രബല ഗ്രഹം തന്നെയാണ്. കുജനൊക്കെ നീചനായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അല്പസ്വല്പം ശ്രദ്ധ ഏതൊരാൾക്കായാലും അത് ഏത് പൊസിഷനിൽ ലഗ്നം വന്ന് നിന്നാൽ തന്നെയും അത് കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും പ്രസ്തുത കുജൻ ബുധൻ ബന്ധം ഒരു പ്രശ്നം തന്നെയാണ്. അതായത് നീചത്വം കലരുക, അതല്ലെങ്കിൽ ശത്രുതയ്ക്ക് ഇടവരുത്തുക, അതും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ജോലി സംബന്ധമായിട്ടുണ്ടാകുക, നിലവിലുള്ള ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ, അതല്ലെങ്കിൽ നഷ്ടപ്പെട്ടാൽ പുതിയത് കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥ. ഇദ്ദേഹത്തിന് ധാരാളം ഐഡിയാസ് ഇപ്പോൾ നിലവിലുണ്ട്. അതിൽ പലതും ചെയ്തു കഴിഞ്ഞാൽ ഗുണപ്രദമാകുന്നതുമാണ്. പക്ഷേ ചെയ്യാനുള്ള ഒരു വിമുഖത, അതല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കിട്ടായ്മ, ഇതെല്ലാം തന്നെ ഈ കുജനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നീച ഫലം കൊണ്ട് ഉണ്ടാകുന്നത് തന്നെയാണ്. 1. 2 അതിനോട് ബുധനൊത്തു നിൽക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല, ഇദ്ദേഹത്തിൻ്റെ ഈ ബുധൻ എന്ന് പറയുന്നത് ഗുളിക ഭവനാധിപനായിട്ടുള്ള ബുധനാണ്. ഇതൊരു പ്രധാന റീസൺ തന്നെയാണ്. ഗുളികൻ ഒപ്പം രാഹു ബുധൻ്റെ 12ാം ഭാവാധിപനായിട്ട് നിൽക്കുന്ന ബുധൻ്റെ രാശിയിൽ നിൽക്കുന്നു. പ്രസ്തുത ബുധനാണ് അത്ര നല്ല ബന്ധത്തിലല്ലാത്ത കുജനോടൊത്ത് ലഗ്നാൽ 10ൽ തന്നെ നിൽക്കുന്നത്. ജോലി സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിലവിൽ അതങ്ങനെ തന്നെയാണ്. പക്ഷേ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ, വേണ്ട രീതിയിൽ പരിഹാരങ്ങൾ എടുക്കുകയും വേണ്ട രീതിയിലുള്ള പ്രായോഗിക നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ശശിമംഗള യോഗമുണ്ട്. അതുപോലെ തന്നെ നീചഭംഗ രാജയോഗവും ഉണ്ട്. അപ്പോൾ അത് രണ്ടും വളരെ പോസിറ്റീവായിട്ടുള്ള സൈൻസ് തന്നെയാണ്. ലഗ്നത്തിൽ വ്യാഴവുമുണ്ട്. വ്യാഴത്തിൻ്റെ 5, 7, 9 ഭാവങ്ങളിലേക്കുള്ള ദൃഷ്ടികളും നല്ലതാണ്. മൈനസ് ശനിയുടെ ദൃഷ്ടിയേറ്റ് രാഹുവിനോടൊത്ത് നിൽക്കുന്ന ഗുളികൻ്റെ 2ാമത്തെ ദൃഷ്ടി. അപ്പം ഇന്ന് കൃത്യമായിട്ട് പരിഹാരം ചെയ്യുകയും പ്രായോഗികമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ കോണ്ടാക്ട്സ്, അതേപോലെ തന്നെ ബന്ധങ്ങൾ വഴി ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഉയർച്ച, അതല്ലെങ്കിൽ ധനപരമായിട്ടുള്ള പുരോഗതി പോലെയുള്ള കാര്യങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലുമാണ്. ഇദ്ദേഹം നിലവിൽ കുജദശ കഴിഞ്ഞു. പൊതുവേ ധാരാളം ആളുകൾക്ക് ഇത്തരം കുജനൊക്കെ നിന്ന് കഴിഞ്ഞാൽ കുജദശയിൽ ഒരു ഉയർച്ച, അത്രയും കാലവും ഇല്ലാത്ത ഒരു ഉയർച്ച കുജദശയിൽ കൊടുക്കാറുണ്ട്. പക്ഷേ ഇതവിടെ ഉണ്ടായിട്ടില്ല. അവിടെ ഗുളിക ഭവനാധിപനായിട്ടുള്ള ബുധൻ നിൽക്കുന്നു എന്നതൊരു പ്രധാന നെഗറ്റീവ് തന്നെയാണ്. അതേപോലെ തന്നെയാണ് നിലവിൽ ഇദ്ദേഹം സഞ്ചരിക്കുന്നത് രാഹുദശയിലാണ്. അതിൽ തന്നെ രാഹു സ്വാപഹാരം 2027 മെയ് 23 വരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. ഏത് കാര്യത്തിന് ഇറങ്ങുന്ന സമയത്തും പ്രത്യേകം ഒരു പുനർവിചിന്തനം അത്യാവശ്യം തന്നെയാണ്. ചെയ്യുന്ന കാര്യങ്ങളിൽ അബദ്ധം പിണയുന്നില്ല, ചെയ്യുന്ന കാര്യങ്ങളിൽ വ്യക്തത വരുത്തി മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സമയം എന്ന് സാരം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൃത്യമായിട്ട് വേണ്ടുന്ന പരിഹാരങ്ങളെടുത്ത് പ്രായോഗികമായ പരിഹാരങ്ങൾ കൂടെ എടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയും സാധ്യതകൾ ഉള്ള ഒരു ഗ്രഹനില തന്നെയാണിത് എന്ന് തിരിച്ചറിയുക. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ലഗ്നാൽ 12 ഏതൊരാളുടെയും വ്യയസ്ഥാനം, നഷ്ടസ്ഥാനം, ചെലവിൻ്റെ സ്ഥാനം. അവിടെ രാഹുവും ഗുളികനും നിന്ന് കഴിഞ്ഞാൽ 100 രൂപ വന്നാൽ 200 രൂപ പോകും. എന്ന് വെച്ചാൽ പണം അനിയന്ത്രിതമായിട്ട് കയ്യിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചിലവായി പോയിക്കൊണ്ടേയിരിക്കും. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് ഈ 12ലൊക്കെ ഗുളികൻ, അവിടെ നിൽക്കുന്ന രാഹു, അവിടേക്ക് വരുന്ന ശനിയുടെ 10ാമത്തെ ദൃഷ്ടി. ഇതെല്ലാം തന്നെ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. കൃത്യമായിട്ട് പണം സൂക്ഷ്മമായി മാത്രം വിനിയോഗിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ അതിന് വേണ്ടുന്ന പ്രായോഗിക നടപടികൾ കൃത്യമായി തന്നെ എടുത്ത് മുന്നോട്ട് പോകേണ്ടതുമാണ്. 100 രൂപ കിട്ടിയാൽ അതിൽ എത്ര മാറ്റി വയ്ക്കണം, എത്ര ചിലവായി പോകണം എന്നൊരു കണക്ക് കൃത്യമായി സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഇത്തരക്കാരെ ഒരുപാട് സഹായിക്കും. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ആയില്യമാണ് നക്ഷത്രം. ബുധ ദശയിൽ ജനിച്ചു. 74 വരെ ബുധൻ, അതിനുശേഷം കേതു 7 കൊല്ലം, അതിനുശേഷം ശുക്രൻ 2001 വരെ, അതിനുശേഷം സൂര്യൻ 6 കൊല്ലം 2007 വരെ, ശേഷം 10 കൊല്ലം ചന്ദ്രൻ 2017 വരെ, അതിനുശേഷം 7 കൊല്ലം കുജൻ അഥവാ ചൊവ്വ, അതിനുശേഷമാണ് നിലവിലെ നടപ്പ് ദശയായിട്ടുള്ള രാഹു 2042 വരെ. ശേഷം ഗുരു എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. നടപ്പ് ദശ എന്താണെന്ന് നേരത്തെ പറഞ്ഞു. രാഹുവിൽ രാഹുവാണ്, 12ലെ രാഹുവാണ്, ഗുളികനോടൊത്താണ് നിൽക്കുന്നത്. ശനിയുടെ ദൃഷ്ടി
ഉള്ള രാഹുവുമാണ്. അപ്പോൾ ഇത്തരം രാഹുവിൻ്റെ അപഹാരം, നീചനായി വരുന്ന കുജൻ്റെ അപഹാരം, ശനിയുടെ അപഹാരമൊക്കെ രാഹുദശയിൽ പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇത്തരം അപഹാരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു മുൻകരുതൽ, എടുത്തുചാട്ടങ്ങൾ എന്നതിലുപരിയായിട്ട് എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തത വരുത്തുക. അതേപോലെ തന്നെ ആലോചിച്ച് ഉറപ്പിച്ച് മാത്രം തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. രാഹു ആയതുകൊണ്ട് വേഗത്തിലുള്ള അവസരങ്ങൾ കൊണ്ടുതരും. അത് നല്ലതാണോ ചീത്തയാണോ എന്നൊന്ന് കൃത്യമായി വിശകലനം ചെയ്ത് മനസ്സിലാക്കി തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ കൊണ്ട് ഗുണം ഉണ്ടാകാനുള്ള സാധ്യത ഏറെ തന്നെയാണ്. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും.